ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ആസാം ഡയറീസ്. അങ്ങനെ നമ്മുടെ ആസാം ഡയറീസിലെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴിയിലാണ് നമ്മൾ. ബ്രഹ്മപുത്ര റിവർ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റിവറാണ്. ആ റിവർ കടന്ന് വേണം നമുക്ക് പോകാനായിട്ട്. നല്ല ദൂരം ഉണ്ട് കേട്ടോ, പാലത്തിന് തന്നെ നല്ല വീതി നീളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു റിവറിന്. അങ്ങനെ നമ്മളിതേ കാടുകളിലേക്ക് സഞ്ചരിക്കുവാണ്. ചുറ്റിനും കാട് ഇതുപോലത്തെ മരങ്ങളായിരുന്നു കേട്ടോ, കുറച്ച് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു പോകാനായിട്ട്. അങ്ങനെ നമ്മളിതേ അവിടെ എത്തിയതാണ്ട് ഈ ഒരു കൊടികളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയോ ഒരു നേപ്പാൾ പോലത്തെ ഒരു സ്ഥലത്ത് വന്നേക്കുന്ന പോലെ ഉണ്ട്. ശരിക്കും ഇതൊരു ബുദ്ധിസ്റ്റ് മൊണാസ്റ്ററിയാണ്, ബുദ്ധിസ്റ്റുകളുടെ സ്ഥലമാണ്. നമ്മുടെ യോധ സിനിമയിലൊക്കെ കാണുന്ന ഒരു എഫക്റ്റ് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്, പക്ഷെ അത്രത്തോളം ഇല്ലെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ടൊരു ബുദ്ധിസ്റ്റ് വിഹാരത്തിൽ കയറി. അവിടെ റിംപോച്ചെ പോലത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരാൾ വന്നിട്ട് നമുക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തിട്ടും പിന്നെ ഒരു വെള്ളവും തന്നിട്ടോ. അതും മേടിച്ച് ഞങ്ങൾ മേളിലേക്ക് കയറുവാണ്. ഒരുപാട് പേര് ഇതൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ആദ്യമായിട്ട് വന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ നന്നായിട്ട് എല്ലാ സ്ഥലങ്ങളും കയറി, ഓരോ സ്ഥലങ്ങളും മാറി മാറി കയറിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും കൂടെ ഫുള്ള് നോക്കി. നല്ല വലിയ ബുദ്ധൻ്റെ പ്രതിഭയായിരുന്നു കേട്ടോ. ഫോണിൽ ഞാൻ അത്രയും താഴെ നിന്ന് എടുത്തിട്ടാട്ടോ അത് കിട്ടുന്നത്, അങ്ങനെയൊന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും കൂടെ കുറച്ചധികം ഫോട്ടോസ് എടുത്തു എന്ന് തന്നെ പറയാം. നല്ല വെട്ടം ഉണ്ടായിരുന്നേ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആസാമിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ കാറ്റുമായിരുന്നു, അത്ര പൊക്കത്തിലായതുകൊണ്ട് അതുപോലെ തന്നെ കാറ്റുമായിരുന്നു. അങ്ങനെ ഇവിടുത്തെ കുറേ ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടും ഒക്കെ ആൾക്കാർ വന്ന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇവിടേക്കാണെങ്കിൽ ഇത്രയും ഇങ്ങനെ ഉണ്ടാവുന്നൊരു സാധനം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങുന്ന വഴിയും ഞാൻ കുറച്ച് സ്ലിപ്പാവാനൊക്കെ പോയി വീഡിയോ എടുത്തതാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ കുറച്ച് ഫോട്ടോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനാട്ടോ എൻ്റെ ക്യാമറമാൻ ഇന്ന് പോയപ്പോൾ തൊട്ട് അവിടെ. അങ്ങനെ ഇതാണ് ആ സ്ഥലം. ഈ ബിൽഡിങ്ങിന് അത്യാവശ്യം നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നപ്പോഴത്തേക്ക് ഒന്നും വണ്ടി കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയിൽ കയറി. ഓട്ടോയിൽ ഇരിക്കുന്ന ഇരിപ്പ് നോക്കൂ. അപ്പം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.